ഹായ് ഗായ്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും happy.comൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇപ്പം ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന പൊറോട്ടൻ്റെ വെറൈറ്റീസിൽ ഒരുപാട് വെറൈറ്റി ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു വെറൈറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്നത് പൊതി പൊറോട്ട. ഒന്നുമില്ല, സാധാരണ പൊറോട്ട ചിക്കൻ ഗ്രേവി അല്ലെങ്കിൽ ബീഫ് ഗ്രേവി എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിയിട്ട് അത് പൊറോട്ടയിൽ വായൻ്റെ ഇലയിലും കൂടി പൊതിഞ്ഞ് വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളൂ. അപ്പോൾ എങ്ങനെ അത് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചിക്കൻ ഗ്രേവിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അധികം വെള്ളമില്ലാത്ത രീതിയിൽ ചെറിയ പീസസ് ആയിട്ട് ചിക്കൻ ഗ്രേവി ആക്കി എടുക്കുക. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യം ഒരു കുക്കർ വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിലോ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലോ ഒഴിച്ച് അതിലേക്ക് ഒരു 1 കിലോ ചിക്കനാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വലിയ 3 സവാള അരിഞ്ഞിട്ട് ചേർത്തിട്ടുണ്ട്. ഒരു 2 പച്ചമുളകും ഇത്രയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് വാടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കുകയാണ്. ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ഉപ്പിടുമ്പം കുറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ മാത്രം ഈ ഉപ്പിട്ട് വേവിച്ച് കഴിയുമ്പോൾ ഈ ഉള്ളിയൊക്കെ പെട്ടെന്ന് വാടിക്കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 ടീസ്പൂണോളം കല്ലുപ്പാണ് ഇടുന്നത്. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക. ആ ഉപ്പെല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ആ ഉപ്പൊക്കെ ഒന്ന് നന്നായിട്ട് എല്ലായിടത്തും പിടിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ വലിയ 2 പഴുത്ത തക്കാളിയാണ് ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ആ തക്കാളിയും കൂടി ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. തക്കാളി ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, കുക്കറ് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ, അതായത് നമ്മളിപ്പോൾ ഇട്ട് കൊടുത്ത എല്ലാ കാര്യങ്ങളും ഒന്ന് വെന്ത് വരുന്നവരെ ഒരൊറ്റ വിസിൽ മതിയാവും. എന്നിട്ട് അതിന് ശേഷം ഇതുപോലെ എയറൊക്കെ കളഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കി കഴിയുമ്പോൾ ഇതുപോലെ ഉണ്ടാവും. ആദ്യം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം കുക്കറിൻ്റെ എയർ കളയാനായിട്ട്, എന്നിട്ട് വേണം ഓപ്പൺ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ സമയത്ത് എന്നിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഫ്ലെയിം പിന്നെ ഓണാക്കുക. അപ്പോൾ ഇതുപോലെ ഇരിക്കും. ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം. ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് മുളക് പൊടി ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. എരിവ് അധികം വേണ്ടാത്തവർ അധികം ഇട്ട് കൊടുക്കണ്ട. പക്ഷേ എരിവ് വേണ്ടതാനും കളർ വേണം എന്നുള്ളവർക്ക് കാശ്മീരി മുളക് ആഡ് ചെയ്യാം. പിന്നെ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം മസാലപ്പൊടി മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂണ് നമ്മൾ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്ര ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കാം. ഈ പൊടികളൊക്കെ നന്നായിട്ട് ഇളക്കിയിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് ആ ഒരു പച്ചമണം മാറി വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ചിക്കനും ഇട്ട് കൊടുത്തിട്ടുള്ള ചിക്കനും ഈ ഗ്രേവിയും കൂടി നന്നായിട്ട് കുഴയ്ക്കുക. ഇത് ചെറിയ പീസസ് ആക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഇത്രയും ചെറിയ പീസസ് ആക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ. എല്ലില്ലാത്ത പീസൊന്നും ആക്കണമെന്നില്ല. എല്ലുണ്ടെങ്കിലും എല്ലുള്ള പീസായാലും കുഴപ്പമില്ല, പക്ഷെ വലിയ വലിയ പീസാക്കിയിട്ട് കിട്ടരുത്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യും, ചിക്കനും ഗ്രേവിയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാം, ഇത് ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് ഒരു 3 വിസിൽ വരുന്നവരെ നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇത് ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് മാത്രമാണ് 3 വിസിലിൽ വെന്ത് കിട്ടിയത്. നമ്മളെ നാടൻ ചിക്കനോ ലഗോണോ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 6-7 വിസിൽ വേണ്ടി വരും നന്നായിട്ട് വെന്ത് വരാനായിട്ട്. ഇപ്പം ഇത് 3 വിസിലിൽ തന്നെ 3-4 വിസിലിൽ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അധികം വെള്ളമില്ലാത്ത ഒഴിച്ച് കറി പോലത്തെ കറിയില്ലാത്ത ഒരു ചെറിയ ഗ്രേവി ടൈപ്പിൽ ആണിത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം വെന്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു ചെറിയ ക്യാപ്സിക്കം ഇതുപോലെ അരിഞ്ഞിട്ട്
ലാസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിച്ചപ്പും പുതിനേൻ്റെ ഇലയും നേരത്തെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അതും കൂടി ആഡ് ചെയ്തിട്ട് ഒരു മിനിറ്റോളം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് മാറ്റാം. അപ്പം ക്യാപ്സിക്കം അധികം വേവാൻ നിൽക്കരുത്, ആ ഒരു കടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ വാഴൻ്റെ ഇലയാണ് വേണ്ടത്. അത് ഇതുപോലെ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തത് ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് വാട്ടിയെടുക്കണം. ഇതൊന്ന് ഫ്ലെക്സിബിളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് വാട്ടിയെടുക്കുന്നത്, നമ്മൾ കെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ വാഴൻ്റെ ഇല പെട്ടെന്ന് പൊട്ടിപ്പോവുമല്ലോ. അപ്പോൾ ഇതുപോലെ. പിന്നെ അത് മാത്രമല്ല, എന്തെങ്കിലും പുറത്തൊക്കെ ഉള്ള സാധനമല്ലേ, അതുകൊണ്ട് എന്തെങ്കിലും പ്രാണിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ചൂടാക്കും കൂടി ചെയ്താൽ നന്നായിട്ട് നീറ്റാവും വാഴൻ്റെ ഇല. അപ്പോൾ അതുപോലെ അതിലേക്ക് ആ ഒരു പീസ് വാഴൻ്റെ ഇല നീർത്തി വെച്ചിട്ട് അതിലേക്ക് ഒരു പൊറോട്ടയാണ് ഞാൻ എടുക്കുന്നത്. പൊതി പൊറോട്ടയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് പൊറോട്ട നിർബന്ധമാണ്. അപ്പോൾ ആദ്യം ഒരു പൊറോട്ട വെച്ചിട്ട് അതിലേക്ക് ആവശ്യമുള്ള ഗ്രേവിയും പീസസും ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ മറ്റൊരു പൊറോട്ട വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്ത് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് നൂല് വെച്ചിട്ടോ അല്ലെങ്കിൽ വാഴൻ്റെ തന്നെ നാര് വെച്ചിട്ടോ ഒന്ന് കെട്ടി വെക്കണം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് പൊതിഞ്ഞെടുത്ത്, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന നൂല് വെച്ചിട്ടാണ് കെട്ടിയെടുക്കുന്നത്. നന്നായിട്ട് കെട്ടി കൊണ്ടുവരാം. നല്ല വൃത്തിക്ക് പൊതിഞ്ഞിട്ട് ഇതൊന്നും പുറത്തേക്ക് ആവാത്ത രീതിയിൽ വേണം ഇത് കെട്ടി വെക്കാനായിട്ട്. അങ്ങനെ ഇപ്പോൾ ഏകദേശം ഞാൻ 4 പൊതിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊതികളൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാന്ന് പറയുമ്പം ഡീപ്പ് ഫ്രൈ ഒന്നുമല്ല, ഇതുപോലെ ഒരു പാനിൽ കുറച്ച് എണ്ണ തടവിയിട്ട് അത് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഭാഗം ഒന്ന് കളറ് മാറി വരുമ്പോൾ മറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ആ മറ്റേ ഭാഗം കൂടി ഒന്ന് കളറ് മാറ്റിയെടുക്കുക. അപ്പോൾ ആ വാഴൻ്റെ ഇലേൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഈ നമ്മളെ ഈ ചിക്കൻ ഗ്രേവിയിലേക്കും ഈ പൊറോട്ടയിലേക്കൊക്കെ വന്നിട്ട് നല്ലൊരു ടേസ്റ്റ്, ഒരു ഫ്ലേവറിനൊരു ചേഞ്ച് ഉണ്ടാവും. നല്ലൊരു ടേസ്റ്റാണ് എനിക്ക് തോന്നിയത് കേട്ടോ. നല്ലൊരു ആ വാഴൻ്റെ ഇലേൻ്റെ ഒക്കെ ഫ്ലേവറൊക്കെ കൂടിയിട്ട് നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പണിയൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ഇത് കഴിച്ച് തുടങ്ങാം. അപ്പോൾ ഇത് ഞാൻ ആദ്യത്തെ ഭാഗം ഒന്ന് കളറ് മാറി വന്നപ്പം ഒന്ന് മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ പൊതി പൊറോട്ട റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം അത്ര വലിയ പണിയൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മളെ പൊറോട്ട ഈ വാഴൻ്റെ ഇല വെച്ച് ഫ്രൈ ചെയ്തെടുത്തിട്ട് എങ്ങനെ ഉണ്ടെന്നൊന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ആ നൂലൊക്കെ പൊട്ടിച്ചൊഴിവാക്കിയിട്ട് ഇതുപോലെ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല കുഴഞ്ഞ കറിയും ഒക്കെ ആ ചിക്കൻ്റെ ഗ്രേവിയിലേക്ക് ഒക്കെ നന്നായിട്ട് പൊറോട്ടയൊക്കെ ആ ചിക്കൻ്റെ ഗ്രേവി ആ പൊറോട്ടയിലേക്കൊക്കെ വന്നിട്ട് നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. പിന്നെ ആ വാഴൻ്റെ ഇല വാട്ടി ആ ഒരു സ്മെല്ലും ഫ്ലേവറും എല്ലാം കൂടി ആയിട്ട് നല്ല അടിപൊളി ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ താങ്ക് യു.